ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ BJP വലിയൊരു പദ്ധതിക്ക് തന്നെയാണ് തുടക്കമിടുന്നത് എന്ന കാര്യം വ്യക്തമാണ്. വിവാദമായ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ സംഭവ വികാസം ഉണ്ടായിരിക്കുകയാണ്. വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്രതിപക്ഷം മുന്നോട്ട് വച്ച എല്ലാ ഭേദഗതികളും വോട്ടിലിട്ട് തള്ളിക്കൊണ്ടാണ് ഭരണപക്ഷത്തിൻ്റെതായ 14 ഭേദഗതികളോട് കൂടിയ ഒരു ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത്. 44 ഭേദഗതികളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സമിതിയിൽ ഉയർന്നു വന്നത്. പക്ഷേ അതിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച 30ഓളം ഭേദഗതികൾ 16 വോട്ടിന് 10 വോട്ട് എന്ന നിലയിൽ തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് 14 ഭരണപക്ഷ ഭേദഗതികളോടെ ഈ ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതോടെ ഈ 31-ാം തീയതി ആരംഭിക്കാൻ പോകുന്ന സഭാ സമ്മേളനത്തിൽ ഏത് നിമിഷവും ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടേക്കാം എന്നൊരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ വരുന്ന ഫെബ്രുവരി 5-ന് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഡൽഹിയിലടക്കം ആയുധമാക്കാൻ BJP കാത്തുവച്ചിരിക്കുന്ന അവരുടെ ബ്രഹ്മാസ്ത്രമാണ് വഖഫ് ബിൽ. ആ വഖഫ് ബില്ലിന് ഒരു അംഗീകാരം ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിയെ കൊണ്ട് നൽകിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഈ സംയുക്ത പാർലമെന്ററി സമിതിയിൽ അംഗങ്ങളായ 10 പ്രതിപക്ഷ MP-മാരെ ബഹളം വച്ചു എന്ന പ്രശ്നം ചൂണ്ടിക്കാണിച്ച് ഈ സമിതിയുടെ അധ്യക്ഷനും BJPയുടെ മുതിർന്ന അംഗവുമായ ജഗദാംബിക പാൽ പുറത്താക്കിയിരുന്നു. അങ്ങനെ പ്രതിപക്ഷത്തിന് ഒട്ടും ഭൂരിപക്ഷമില്ലാത്തൊരു സമിതിയാണ് ഇപ്പോൾ 14 ഭേദഗതികളോടെ ഈ വഖഫ് ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ വഖഫ് ബില്ലിലെ പല വ്യവസ്ഥകളും മുൻപ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ വലിയ വിവാദമായ വ്യവസ്ഥകളാണ്. അതിലെ ഏറ്റവും വിവാദമായ വ്യവസ്ഥ വഖഫ് ബോർഡിന്റെ ഭരണസമിതിയിൽ 2 അമുസ്ലിങ്ങളെ നിയമിക്കാനുള്ള തീരുമാനമായിരുന്നു. 2 സ്ത്രീകളെ കൂടി ഇതിന്റെ ഭാഗമായി നിയമിക്കാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ടെങ്കിലും 2 അമുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ ഭരണകാര്യങ്ങളും മുസ്ലിങ്ങളുടെ മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വഖഫ് ബോർഡിലേക്ക് നിയമിക്കാനുള്ള തീരുമാനം പാർലമെന്റിൽ ഏറ്റവും രസകരമായി അവതരിപ്പിച്ചത് കോൺഗ്രസിന്റെ MP KC വേണുഗോപാലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. KC വേണുഗോപാൽ അന്ന് ഭരണപക്ഷത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങളിപ്പോൾ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ 2 പേരെ നിയമിക്കാൻ തയ്യാറെടുക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാമക്ഷേത്രത്തിലെ ബോർഡിലോ ഗുരുവായൂർ ദേവസ്വം ബോർഡിലോ 2 അഹിന്ദുക്കളെ നിയമിക്കാൻ തയ്യാറാകുമോ? അങ്ങനെ തയ്യാറായാൽ തന്നെ ജനം അത് അംഗീകരിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അന്ന് KC വേണുഗോപാൽ പാർലമെന്റിൽ ചോദിച്ചിരുന്നു. അത് തന്നെയാണ് ഈ നിയമത്തിലെ ഈ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആശങ്ക. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വഖഫ് ബോർഡിൽ എന്തിനാണ് അമുസ്ലിങ്ങളെ തിരികെ കയറ്റാൻ കേന്ദ്ര സർക്കാർ ഈ താല്പര്യം കാണിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം ഇനി മുതൽ വഖഫ് കൗൺസിലിന് ഭൂമി അവകാശപ്പെടാൻ സാധിക്കില്ല എന്നൊരു വ്യവസ്ഥയും ഈ നിയമത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ മുൻപ് നിയമിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ വഖഫ് ഭൂമിയിൽ വലിയൊരു ശതമാനവും കയ്യേറ്റത്തിന് വിധേയമായിരിക്കുകയാണെന്നും അതിൽ പലതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ കയ്യേറ്റത്തിന് വിധേയമായിരിക്കുകയാണ് എന്നുള്ള വലിയ വെളിപ്പെടുത്തൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടി നമുക്കിതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ വഖഫ് ഭൂമിയായിട്ടുള്ള പല സ്ഥലങ്ങളും ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന് ചരിത്ര പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് അത് തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ BJP വലിയൊരു പദ്ധതിക്ക് തന്നെയാണ് തുടക്കമിടുന്നത് എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുമോ എന്നത് 31-ാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ വ്യക്തമാകും.